ഇന്നത്തെ വാർത്താ പ്രധാനമായി ചർച്ച ചെയ്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള അലയലുകളാണ്. ഓരോ പരാതിക്കാരെയെ നേരിട്ട് കണ്ട് മൊഴി രേഖപ്പെടുത്തുന്ന തിരക്കിലാണ് പ്രത്യേക അന്വേഷണ സംഘം. പ്രത്യേകമായി ഓരോ പരാതിക്കാരെയും നേരിട്ട് കണ്ട് മൊഴി രേഖപ്പെടുത്തും. അത് ഇനി രഹസ്യമൊഴിയായി രേഖപ്പെടുത്തേണ്ട മൊഴികളുണ്ടെങ്കിൽ അത്തരത്തിൽ രഹസ്യമൊഴിയായും രേഖപ്പെടുത്തുമെന്ന് നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘമൊക്കെ അറിയിച്ചതാണ്. ഇന്ന് അത്തരത്തിൽ ഒരു പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി കോഴിക്കോട് വെച്ച് രണ്ട് പരാതിക്കാരുടെ പരാതി മൊഴിയായും രേഖപ്പെടുത്തി. അത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഒരു ഭാഗത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. സിനിമാ മേഖലയിൽ നിന്ന് ഇന്ന് സംഭവിച്ച ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഫെഫ്കയിൽ നിന്നും സംവിധായകൻ ആഷിഖ് അബു രാജിവെച്ചു. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് തന്നെ ആഷിഖ് അബു ഇതിനോട് പ്രതികരിച്ചിരുന്നു. പക്ഷേ ഫെഫ്കയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു പ്രതികരണം ഉണ്ടായില്ല. അത് പ്രതികരണം പിന്നീടാണ് 21 യൂണിയനുകൾക്ക്, ഫെഫ്കയിൽപ്പെട്ട 21 യൂണിയനുകൾക്ക് ബി ഉണ്ണികൃഷ്ണന്റെ വക ഒരു കത്ത് ഉണ്ടായത്. പക്ഷേ ആ കത്തിലും കൃത്യമായ ഒരു നിലപാട് എടുക്കുന്നില്ല, നേതൃത്വം അതിൽ വേണ്ട രീതിയിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന ഒരു പരാതി ഉന്നയിച്ച് തന്നെയാണ് ആഷിഖ് അബുവിൻ്റെ ഫെഫ്കയിൽ നിന്നുള്ള രാജി. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഇന്ന് വന്ന ഒരു പ്രധാന ഡെവലപ്മെൻറ്റ്സ് അതാണ്. ഒപ്പം മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇന്ന് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്തു പോയത് മഹാരാഷ്ട്രയിൽ ശിവാജി പ്രതിമ തകർന്നു വീണു. അത് തകർന്നു വീണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്കറിയാം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത കെട്ടിടങ്ങൾക്കും പ്രതിമകൾക്കും ഒക്കെ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ ഓരോന്നും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മഹാരാഷ്ട്രയിൽ ശിവാജി പ്രതിമ തകർന്നു. അത് ഉദ്ഘാടനം ചെയ്ത് 8 മാസത്തിനുള്ളിലാണ് ഈ പ്രതിമ തകർന്നു വീണത്. അതിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് ചോദിച്ചിട്ടുണ്ട്. പാരാലിമ്പിക്സ് പാരീസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ മെഡൽ വേട്ട തുടങ്ങിക്കഴിഞ്ഞു. 10 മീറ്റർ എയർ റൈഫിൾസിൽ സ്വർണവും വെള്ളിയും വെങ്കലവും നമ്മുടെ ഇന്ത്യൻ താരങ്ങൾ നേടി. എല്ലാ വാർത്തകളുടെ വിശദീകരണങ്ങൾക്കും റിപ്പോർട്ടർ ലൈവുകളിലേക്കും ഒക്കെ പോകാം. ആദ്യം നേരത്തെ സൂചിപ്പിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്ന ഇന്നത്തെ അപ്ഡേഷനിലേക്ക് പോവുകയാണെങ്കിൽ മുകേഷിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ പരാതിക്കാരുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തി. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 8ാം കോടതിയാണ് രഹസ്യമൊഴിയെടുത്തത്. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായും തെളിവ് സഹിതം വിശദമായ മൊഴിയാണ് നൽകിയതെന്നും പരാതിക്കാരിയായ നടി പറഞ്ഞു. അതേസമയം ആരോപണം ഉന്നയിച്ച നടിക്കെതിരായ ഇലക്ട്രോണിക് തെളിവുകൾ മുകേഷ് അഭിഭാഷകൻ ജോ പോളിന് കൈമാറി. ഇതിന്റെ വിശദാംശങ്ങളുമായി KM ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ആലുവയിൽ താമസിക്കുന്ന നടിയുടെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ വളരെ പ്രധാനപ്പെട്ട തുടർ നീക്കങ്ങളാണ് ഇന്നുണ്ടായത്. ഈ പരാതി അന്വേഷിക്കാനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു എന്നതിന് പുറമെ 7 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 7 FIRകളിന്മേലും അന്വേഷണം നടത്താനായി ഓരോ പ്രത്യേക സംഘത്തെ കൂടി നിയോഗിച്ചിരിക്കുകയാണ്. ഇതിൽ ഓരോ കേസും DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കും അന്വേഷിക്കുക. പ്രത്യേകിച്ച് നടൻ മുകേഷ് MLAക്കെതിരായ പരാതിയിൽ ചേർത്തല DYSP KV ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണ ചുമതല ഏറ്റെടുത്തത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഈ അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്ന AIG പൂങ്കുഴലിയുടെയും ഒപ്പം മുകേഷ് MLAക്കെതിരായ പരാതിയിൽ അന്വേഷണം നടത്തുന്ന DYSP KV ബെന്നി, ഈ 2 പേരുടെയും നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ആലുവയിലുള്ള നടിയെ നേരിട്ട് കണ്ട് ഒരിക്കൽ കൂടി അവരുടെ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നടപടി കൂടി ഇന്ന് പൂർത്തിയാക്കുകയുണ്ടായി. അത് രഹസ്യമൊഴി രേഖപ്പെടുത്തലാണ്. ഈ പരാതിക്കാരിയെ എറണാകുളത്തെത്തിച്ച് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 8ാം കോടതി മുമ്പാകെ എത്തിച്ച് രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് 3:30യോടെയാണ് ഈ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തൽ ആരംഭിച്ചത്. അത് ഏതാണ്ട് 2.5 മണിക്കൂർ നേരം നീണ്ടുവന്നു. 6 മണിയോടെ രഹസ്യമൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയാക്കിയ ശേഷം നടി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. വളരെ ശക്തമായി ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. തെളിവ് സഹിതം വളരെ വിശദമായ മൊഴിയാണ് താൻ മജിസ്ട്രേറ്റിന് നൽകിയത്. മാത്രമല്ല മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. എത്ര ഉന്നതനായാലും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയത് എത്ര ഉന്നതനാണെങ്കിലും അവർക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ധൈര്യസമേതം താൻ മുന്നോട്ട് വരികയായിരുന്നു എന്നും ഈ നടി ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. അതേസമയം ആരോപണ വിധേയനായ മുകേഷ് ഇന്ന് കൊച്ചിയിൽ നേരിട്ടെത്തി അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഈ കേസിൽ മുകേഷിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ മുകേഷിന് വേണ്ടി അഭിഭാഷകൻ കോടതി അറിയിച്ചത് മുകേഷിനെതിരെ വ്യാജ പരാതിയാണ് ഈ നടി ഉന്നയിച്ചത്. വളരെ പ്രധാനപ്പെട്ട ചില വാദങ്ങൾ മുകേഷിന് വേണ്ടി അഭിഭാഷകൻ കോടതിക്ക് മുമ്പാകെ ഉന്നയിക്കുകയുണ്ടായി. ബ്ലാക്ക് മെയിലിംഗ് ആണ് ഈ നടിയുടെ ഉദ്ദേശം എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് കോടതി മുകേഷിൻ്റെ അറസ്റ്റ് താൽക്കാലികമായി തടയുന്ന സാഹചര്യം ഉണ്ടായി.
ഇതേ തുടർന്ന് തൻ്റെ നിയമപോരാട്ടം കൂടുതൽ ശക്തമാക്കാനാണ് മുകേഷ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് മുകേഷ് ഇന്ന് കൊച്ചിയിൽ നേരിട്ടെത്തി അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തുകയും ഈ നടിക്കെതിരായ തെളിവുകൾ ഇന്ന് അഭിഭാഷകന് നേരിട്ട് കൈമാറുകയും ചെയ്തു. അതായത് ബ്ലാക്ക് മെയിലിംഗ് അടക്കം ഈ നടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ അതിൻ്റെ ഭാഗമായാണ് ഈ പരാതി എന്ന് തെളിയിക്കുന്ന, അത് സാധൂകരിക്കുന്ന വളരെ നിർണായകമായ തെളിവുകൾ ഇന്ന് അഭിഭാഷകന് കൈമാറി. അഭിഭാഷകൻ ഈ മുകേഷിൻ്റെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഈ മാസം 2-ന് അത് കോടതിക്ക് മുമ്പാകെ എത്തിക്കുകയും ചെയ്തു. ആ തരത്തിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില തുടർ നീക്കങ്ങളാണ് ഇന്നുണ്ടായത്. ശരി ഉമേഷ്.